ഇന്ന് ഞായറാഴ്ച. തിങ്കൾ മുതൽ ശനി വരെ പണിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഞായറെന്ന് പറഞ്ഞാൽ കിടന്നുറങ്ങാനേ ഉള്ളൂ. പക്ഷെ ഇന്ന് വിചാരിച്ചു, ഇന്ന് എനിക്ക് വേണ്ടി ഞാനൊരു സമയം കണ്ടെത്തണം. കാരണം പിന്നെയും ഈ ഞായർ കഴിഞ്ഞ് നാളെ മുതൽ തിങ്കൾ തുടങ്ങുമ്പോഴത്തേക്കും പിന്നെയും സ്ട്രെസ്സാണ്. പിള്ളേരും പേപ്പറും ബുക്കും ഒക്കെ ആയിട്ട് ആ ഒരു ലോകത്തിലാവും. സത്യം പറഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്കൂളിൽ വന്ന ശേഷം എനിക്ക് എൻ്റേതെന്ന് പറയാനുള്ള സ്പേസ് ഭയങ്കര കുറവാണ്. കാരണം മുഴുവനായിട്ടും ഇവിടെ ഇൻവോൾവ് ആവാറുണ്ട്. സോ ദാറ്റ്സ് വൈ ഐ ചൂസ് ദിസ് ജേർണി. ഭയങ്കര ഒരു ഹാപ്പി ആയിരുന്നു. നേരത്തെ എഴുന്നേറ്റു. അപ്പോൾ എൻ്റെ കൂടെ ഒരു മാമും കൂടെ ഉണ്ടായിരുന്നു. സോ വി സ്റ്റാർട്ട് ടുഗെദർ. നമ്മുടെ ലോക്കൽ ടൗണിൽ വെച്ചിട്ട് നമ്മൾ രണ്ടുപേരും ഡിവൈഡ് ചെയ്തു. അങ്ങനെ ഞാൻ പോകുന്നത് നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള സിറ്റി മജസ്റ്റിക്കാണ്. അപ്പോൾ 1 മണിക്കൂർ ട്രാവൽ ചെയ്താൽ മജസ്റ്റിക്കിലെത്തും. അങ്ങനെ നേരെ പ്രത്യേക പ്ലാനൊന്നുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ അങ്ങോട്ട് നേരെ പോവാണ്. അങ്ങനെ ഓരോ യാത്രയിലും ഞാൻ ഓരോന്ന് ആസ്വദിക്കുകയാണ്. ഞാൻ യാത്രകൾ ചെയ്യുന്ന സമയത്ത് മാക്സിമം ചെറിയ ലൈറ്റായിട്ടുള്ള എന്തെങ്കിലും മ്യൂസിക് കേൾക്കുക, അല്ലെങ്കിൽ ചില സമയത്ത് ഫോൺ എടുക്കുകയില്ല. അപ്പോൾ നമ്മളെപ്പറ്റി കുറേ പണ്ട് ആരായിരുന്നു സംയുക്ത പറഞ്ഞ പോലെ നമ്മൾക്ക് നമ്മളെ പറ്റി കുറേ ചിന്തിക്കാനുള്ളൊരു സമയം കിട്ടും. അങ്ങനെ ഞങ്ങൾ മജസ്റ്റിക്കിലെത്തി. മജസ്റ്റിക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ തന്നെയാണ് ബസ് സ്റ്റാൻഡും മെട്രോ റെയിൽവേ എല്ലാം കണക്റ്റഡ് ആയതുകൊണ്ട് ഇറ്റ്സ് സോ ഈസി ഫോർ അവർ ജേർണി. അങ്ങനെ അവിടെ നിന്ന് നേരെ പോവാണ് ചിക്പേട്ട്. അപ്പോൾ ചിക്പേട്ടിൽ പോകണം. അവിടെ കുറേ കേട്ടിട്ടുണ്ട് നല്ല വിലക്കുറവിൽ നമുക്ക് കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്യും. ഈ ഒരു അറേഞ്ച്മെൻറ്റൊക്കെ നല്ല രസമാട്ടോ. ഒരു സൈഡിൽ ഫ്രൂട്ട്സ്, ഒരു സൈഡിൽ വെജിറ്റബിൾസ്, ദെൻ ഡ്രസ്സിൻ്റെ ഒരു സെക്ഷൻസ്, ഇലക്ട്രോണിക്കിൻ്റെ ഒരു സെക്ഷൻസ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ആക്ച്വലി ഇവിടെ നമുക്ക് കാണാൻ പറ്റും. സോ അങ്ങനെ ഞാൻ ഈ വഴികളിലൂടെയൊക്കെ തനിയെ പോയി നെക്സ്റ്റ് മെട്രോ എടുത്ത് എവിടെ പോവാം, ലുലു പോകാൻ തീരുമാനിച്ചു. കാരണം ഒറ്റയ്ക്കാകുമ്പോൾ ഞാൻ അധികം അങ്ങോട്ട് പോകാറില്ല. കാരണം എൻ്റെ ഒരു യാത്രയിൽ നമുക്ക് ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിസ്കംഫർട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര കൂടുതൽ ആൾക്കാരുള്ള സ്ഥലത്ത് കൂടെ പോകാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കാരണം ഒരു സേഫ്റ്റി ഉണ്ട്. നമ്മളിപ്പോൾ ഒന്ന് സംസാരിച്ചാലോ ഒച്ചിട്ടാലൊക്കെ നമുക്ക് ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ. അതുകൊണ്ട് തന്നെ ഞാൻ നേരെ എടുത്ത് പോകുന്നത് നമ്മുടെ ലുലുവിലോട്ടാണ്. അങ്ങനെ ലുലുവിൽ പോയിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല, അവിടുത്തെ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകണം, കുറച്ച് സാധനങ്ങൾ എടുക്കണം എന്നുള്ളൊരിതാണ്. അങ്ങനെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു ഒരു പ്ലാനും ഇല്ല, എന്തിനല്ലേലും പ്ലാന്. ഒരു സ്ഥലത്ത് തന്നെ നമ്മളായിട്ട് പോയി വരുമ്പോൾ നമുക്ക് കൊടുക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ഞാൻ പോയി അവരുടെ സൂപ്പർ മാർക്കറ്റ് ഏരിയയിൽ ആ ഒരു ഏരിയ പോയി. അവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിലും ഒതുക്കി വെച്ചിരിക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം, അത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ പോയി എനിക്ക് ചെറിയൊരു സ്നാക്സ് എന്ന് വെച്ചാൽ ഞാൻ പോയപ്പോൾ സാലഡായിരുന്നു, പ്ലസ് കോഫി എടുത്തിട്ട് ഞാൻ നമ്മുടെ ഫുഡ് കോർട്ടിൽ പോയി. ദെൻ ഐ ഏറ്റ് ബോത്ത്. പിന്നെ ഓക്കെ, ഇവിടെ കാണുന്ന ഈ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കാണാൻ ഇഷ്ടമുള്ളൂ എനിക്കങ്ങനെ. ഞാനൊരു പഞ്ചാര പ്രേമിയല്ല, മധുരം എനിക്കിഷ്ടമാണ്. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി സെറ്റായി അവിടെ വന്നിരുന്നപ്പോൾ ആൾക്കാർ ഭയങ്കര കുറവാണ്. എനിക്കങ്ങനെ കാം ഏരിയ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഉള്ളിൽ കേട്ടോ. അങ്ങനെ നമുക്കൊരു സമാധാനമായിട്ട് അവിടെ ഇരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ഫോൺ ചാർജ് ചെയ്ത് പോയി. അങ്ങനെ ഫോണൊക്കെ ചാർജ് ചെയ്ത് തിരിച്ച് പോകാനായിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര വിഷമം, കാരണം ഓൾറെഡി പ്ലാൻ ഇല്ലാണ്ട് ആകെ ഈ 2 സ്ഥലത്തേക്കായിട്ടാണ് വന്നത്. പിന്നെ ഓക്കെ വിചാരിച്ചു ഇനി അടുത്ത വട്ടം പ്ലാനൊക്കെ ചെയ്തിട്ട് കുറച്ചും കൂടി ഏരിയ കവർ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ വന്നതാണ്. പിന്നെ ഒരുവിധം അവിടുന്ന് ഒരു ചായയൊക്കെ കുടിച്ചു ടാറ്റയൊക്കെ പറഞ്ഞ് തിരിച്ചു പോകണം. അടുത്ത റൂട്ടീൻ എന്നാ, നാളെ നേരം വിളിക്കുന്നു, ഓടുന്നു, ഒരാഴ്ച അങ്ങനെ തന്നെ പോകുന്നു. അതാണ് ശരിക്കും, അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ലൈഫ്. അങ്ങനെ കിട്ടുന്നൊരു ദിവസം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മളും നമുക്ക് വേണ്ടി ഒരു കൊച്ചു സമയം കണ്ടെത്തണം.